ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണ് സിമ്പിളായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കിടക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി സ്റ്റുഡൻറ്റ് വിസയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അത് കുറച്ച് നാൾ മുന്നേ, അപ്പോൾ ഞാൻ ഓർത്തു അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി. അപ്പോൾ ഈ വർഷം കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മടിച്ചു നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും എനിക്ക് 2 ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. കാര്യം ഇതിനെപ്പറ്റി എനിക്കിങ്ങനെ കുറേ പേര് പിന്നെ ചോദിക്കണം കൊണ്ട് പറയേണ്ടി വരുന്നതാണ്. അതായത് എന്നോട് കുറേ പേര് ഓരോന്ന് പറഞ്ഞിട്ട് എന്താണ് ചേച്ചി ഈ കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ, എടാ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് PR കിട്ടുമോ, ഈ ഒരു കോഴ്സിന് PR ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് കുറേ കമൻറ്റ്സ് കിട്ടാറുണ്ട്. അവരോട് ഉത്തരം പറഞ്ഞ് ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ്, എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് PR ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണോ, അല്ലെങ്കിൽ അത് പഠിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ജോലിക്ക് PR ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നറിയാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഓസ്ട്രേലിയ മൈഗ്രേഷൻ ഒരു സ്കിൽ പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ കറണ്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കറണ്ട് സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും അല്ലെങ്കിൽ ഇവിടെ ഷോർട്ടേജ് ഉള്ള ജോലികൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണ് ഇവിടെ ആളുകൾക്ക് വേണ്ടേ എന്നുള്ള ഇതിനെ നന്നായിട്ട് പഠിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ലിസ്റ്റാണ് സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റ്. അത് ഈ റീസെൻ്റ്ലി വന്ന പുതിയൊരു ലിസ്റ്റാണ്. അത് അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പോൾ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിനകത്ത് വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോ സ്റ്റേറ്റ് വൈസും പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിക്ടോറിയയിൽ ആ കോഴ്സ്, ഇപ്പോൾ ബിസിനസ് അനലിസ്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിക്ടോറിയയിലെ ബിസിനസ് അനലിസ്റ്റിന് സ്കോപ്പ് ഉണ്ടോ, അതേ പെർത്തിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലാണോ സ്കോപ്പ് കൂടുതൽ, അങ്ങനെയുള്ള രീതിയിൽ ഓരോ സ്റ്റേറ്റ് വൈസും പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, അതനുസരിച്ചും സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നെയും എന്നോട് ചോദിക്കരുത് ചേച്ചി സ്കോപ്പ് ഉണ്ടോ എന്ന്. അപ്പോൾ ആ വീഡിയോ എന്തായാലും കണ്ടു നോക്കാൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് ചോദിക്കുന്നത്, ചേച്ചി എങ്ങനെയാണ് അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും അറിയോ ചേച്ചി, എൻ്റെ ഫീൽഡ് ഇതാണ്, ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്, എൻജിനീയറിംഗ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ആരെയും അറിയില്ല, മലയാളികൾ ആരെങ്കിലും അറിയോ, എനിക്ക് അക്കോമഡേഷൻ നോക്കാൻ നിർത്തി ഞാൻ ഒറ്റയ്ക്കാണ്, വേറെ ഏതെങ്കിലും സ്റ്റുഡൻസ് പുതിയത് വരുവാണെങ്കിൽ അവരെ അറിയോ, അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് അക്കോമഡേഷൻ നോക്കാമല്ലോ, എൻ്റെ യൂണിവേഴ്സിറ്റിയിട്ട് ഈ ഒരു ഇൻടേക്കിൽ വരുന്ന ഞാനല്ലാണ്ട് വേറെ ആരെങ്കിലും അറിയോ, അങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെല്ലാവരും ഒന്നെങ്കിൽ ഓസ്ട്രേലിയക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓൾറെഡി വന്നവരോ, കാര്യം കുറേ പേര് ഈ ഇൻടേക്കിൽ വന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠനത്തെപ്പറ്റി അറിയാൻ കൂടുതൽ താല്പര്യമുള്ള സ്റ്റുഡൻസാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ തന്നെ 1200 സ്റ്റുഡൻസ് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് കണക്റ്റൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു DM വിത്ത് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ നിങ്ങളെ ഞാൻ ആ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ മെയിൻ വീഡിയോ, അതായത് ഇൻ കേസ് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ നിങ്ങൾക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര പൈസ വേണം എന്നൊന്നും അറിയില്ലാത്ത സിറ്റുവേഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കാണേണ്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടാണ്. അതെല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം, സ്റ്റിൽ ഞാൻ പറയുവാണ്. പാസ്പോർട്ട് ഇൻ കേസ് നിങ്ങൾക്ക് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പാസ്പോർട്ട് എടുക്കാമെന്നാണ്. പിന്നെ ചിലവരുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി പാസ്പോർട്ട് ഉണ്ടാവും, പക്ഷേ അത് എക്സ്പയർ ആവുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് 1 വർഷം കൂടി അതിന് വാലിഡിറ്റി ഒക്കെ ഉള്ളെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ റിന്യൂ ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യാനാണ്. അല്ലെങ്കിൽ വിസ റിജക്ഷന് ചാൻസ് നന്നായിട്ടുണ്ട്. 1 വർഷമോ 2 വർഷമൊക്കെ ഉള്ളെങ്കിൽ എന്തായാലും പാസ്പോർട്ട് റിന്യൂ ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യും. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ കാര്യമാണ്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTSഉം PTയും മാത്രമാണ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൂ എല്ലാ യൂണിവേഴ്സിറ്റീസും. ചിലർ ടോഫിലിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്, അത് എല്ലാ യൂണിവേഴ്സിറ്റീസും അക്സെപ്റ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇനി IELTSൻ്റെ കാര്യം, എത്ര സ്കോർ വേണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം ഓവറോൾ വരാൻ നേരത്ത് 6.5ഉം ഓരോന്നിനും സെപ്പറേറ്റ് 6 വേണം. അതായത് ഇപ്പോൾ ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ആണല്ലോ, അതിനകത്ത് എല്ലാത്തിനും മിനിമം 6 വേണം. അതുകൂടാണ്ട് ഇതെല്ലാം കൂട്ടി ഓവറോൾ 6.5ഉം വേണം. അതാണ് സാധാ ഒരു കോഴ്സിൻ്റെ റിക്വയർമെൻറ്റ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ നേഴ്സിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കോ അങ്ങനെയൊക്കെ ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ സ്കോറിന് നല്ല വ്യത്യാസമുണ്ട്. യൂഷ്വലി അത് 7 ഈച്ച് ആയിരുന്നു.
പക്ഷേ പുതിയൊരു നിയമം അനുസരിച്ച് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് 0.5 വെച്ച് കൂടിയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ജൂലൈ തൊട്ടാണ് ആപ്ലിക്കബിൾ ആവുന്നത്. അങ്ങനെ വരാൻ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നഴ്സിങ്ങിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ 7 വേണ്ടടുത്ത് നമുക്ക് 0.5 ആഡ് ചെയ്യണം. അതായത് 7.5 വരുന്നൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അത് നമുക്ക് ജൂലൈ തൊട്ടാണ് ആപ്ലിക്കബിൾ. അത് ആപ്ലിക്കബിൾ ആയി കഴിയുമ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. പക്ഷെ നിങ്ങൾ എന്തായാലും മിനിമം 6.5 ഓവറോളും സെപ്പറേറ്റ് 6 വേണം. പക്ഷേ സ്കിൽഡ് കോഴ്സസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സ്കോർ കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോഴ്സ് സ്ട്രക്ചറിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഓൺ ആണെന്നും ശ്രദ്ധിക്കുക. ഇനി പി ടിയുടെ കേസ് പറയാൻ നേരത്തെ പി ടിക്ക് നിങ്ങൾ ബാച്ചിലർ ഡിഗ്രിക്കാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ 50 പോയിൻറ്റ്സ് വേണം. അതുകൂടാണ്ട് മാസ്റ്റേഴ്സിനാണെങ്കിൽ 58 പോയിൻറ്റ്സുമാണ് വേണ്ടത്. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നഴ്സിങ്ങോ സോഷ്യൽ വർക്കോ അങ്ങനെ സ്കിൽഡ് കോഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് 65 സ്കോറുമാണ് വേണ്ടത്. ഈ ഒരു സ്റ്റേജ് എത്താൻ നേരത്ത് കുറേ പേര് ചെയ്യുന്ന ഒരു അബദ്ധം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ പാസ്പോർട്ട് കിട്ടി ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു ഏജൻസിനെ കൺസൾട്ട് ചെയ്യാമെന്നാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാണ്. അതായത് അതൊരു ശരിയായിട്ടുള്ളൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം നിങ്ങൾ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് IELTS ആണോ PT ആണോ അത് ചെയ്യാൻ നോക്കുക. അത് പാസ്സായിട്ട് മാത്രം നിങ്ങൾ ഒരു ഏജൻസിനെ സെലക്ട് ചെയ്യാൻ പോകുക. കാര്യം ഞാൻ കുറേ പേരുടെ കേട്ടിട്ടുണ്ട് സ്റ്റോറി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പാസ്പോർട്ട് കൈ കിട്ടി കഴിയുമ്പോൾ തന്നെ ആദ്യം ചെന്ന് ഏജൻസിയായിട്ട് സംസാരിക്കുന്നു, ഏജൻസിയായിട്ട് പൈസ കൊടുക്കുന്നു. ചില ഏജൻസീസിന് പൈസ കൊടുക്കുന്നുണ്ടോ. അത് കഴിഞ്ഞ് IELTS ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കുറച്ച് കളയുമ്പോൾ അവർ വേറെ നല്ലൊരു ഏജൻസിനെ പറ്റി കേട്ടിട്ട് ആ ഒരു ഏജൻസിയുടെ അടുത്ത് പോകും. അപ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഏജൻസിക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പൈസയും നിങ്ങളുടെ സമയമൊക്കെ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ PT ആണോ PT അല്ലെങ്കിൽ IELTS ആണോ IELTS അത് കഴിഞ്ഞ് പാസ്സായി നിങ്ങൾക്ക് എത്ര സ്കോറാണോ അത് കിട്ടിയിട്ട് മാത്രം നിങ്ങളുടെ ഏജൻസിയുടെ അടുത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി സെലക്ട് ചെയ്യാമെന്നാണ്. ഈ ഏജൻസി സെലക്ട് ചെയ്യാൻ നേരത്ത് പലതരം ഏജൻസി ഉണ്ട്. അതായത് ചിലവർ നിങ്ങളുടെ നിന്ന് പൈസ മേടിക്കും, ചിലവർ നിങ്ങളുടെ നിന്ന് പൈസ മേടിക്കത്തില്ല. ചിലവർക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അതിപ്പോൾ 2000 രൂപയാണെങ്കിൽ 2000 രൂപ, 5000 രൂപയാണെങ്കിൽ 5000 രൂപ. പക്ഷേ അത് നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് സബ്മിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നുള്ള സിറ്റുവേഷൻ. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില സ്റ്റുഡൻസ് എന്ന എല്ലാ ഡീറ്റെയിൽസും ഇതൊക്കെ ചോദിച്ച് അറിഞ്ഞ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പിന്നീട് ഓർക്കും എന്നാൽ വേറെ ഏജൻസി എടുക്കാം. അപ്പോൾ ഏജൻസിയുടെ ടൈം അങ്ങനെ കുറേ വേസ്റ്റ് ചെയ്യണം. കാരണം അവർ ഒരു രജിസ്ട്രേഷൻ ഫീ അവരുടെ നിന്ന് ചാർജ് ചെയ്തിട്ട് ഇവരുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ രജിസ്ട്രേഷൻ ഫീ തിരിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കൂടുതലും കുറേ ശതമാനം ആളുകൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി യൂണിവേഴ്സിറ്റീൻ്റെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേറെ സ്റ്റുഡൻസിൻ്റെ പൈസ മേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏജൻസി സെലക്ട് ചെയ്യാമെന്നാണ്. കുറേ പേര് എന്നോട് ചോദിക്കാണ്ട് ചോദിച്ചാൽ എങ്ങനെയാണ് നല്ലൊരു ഏജൻസി സെലക്ട് ചെയ്യണമെന്ന്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കുക. അവർ ഏത് ഏജൻസിയാണ് വഴി വന്നതെന്ന് ചോദിക്കുക. അവരുടെ എക്സ്പീരിയൻസ് ആ ഏജൻസി വഴി എങ്ങനെ ഉണ്ടാകുന്ന നോക്കുക. അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഏജൻസീനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല. എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലാക്കൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ ആ ഫയൽ ഡീൽ ചെയ്യുന്ന വ്യക്തി ആരാണോ ആളുടെ കഴിവും പ്രാപ്തി അനുസരിച്ചിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്ര സ്മൂത്തായിട്ട് പോകുന്നത്. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ലൊരു ഏജൻസിയാണ്. ആ ഏജൻസിയിൽ ചിലപ്പോൾ സ്റ്റാഫ് A, സ്റ്റാഫ് B ഇതിനൊക്കെ നന്നായിട്ട് ചെയ്യണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫയൽ ഹാൻഡിൽ ചെയ്യുന്നത് സ്റ്റാഫ് B ആയിരിക്കും. അപ്പോൾ ആളുടെ ഫയൽ നന്നായിട്ട് പോയി കാണും. ചിലപ്പോൾ നിങ്ങളുടെ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫ് Aക്ക് അത്ര ഇതില്ലാത്ത. അപ്പോൾ ഓരോ വ്യക്തി അനുസരിച്ചിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ ഡീൽ ചെയ്യുന്ന ആരാണോ ആൾ എപ്പോഴും നിങ്ങൾ കീപ്പ് ഇൻ ടച്ച് എന്ന് ഞാൻ പറയും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ ഒരു ഫയൽ മാത്രമല്ല നോക്കാനുള്ളത്, കുറേ സ്റ്റുഡൻസിൻ്റെ ഉണ്ടാവും. അപ്പം നിങ്ങളും എല്ലാ കാര്യവും ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങളും ഫോംസ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് അവരുടെ കൂടെ ഉണ്ടാവുക. എല്ലാത്തിലും നിങ്ങളും എല്ലാം ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്ത് ശരിയാണോ എന്നൊക്കെ നോക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഞാൻ പിന്നെ പറയുകയാണ് നിങ്ങളുടെ ഒരാളുടെ മാത്രം ഫയലല്ല ആൾക്ക് നോക്കാനാണ്. അപ്പം അറിയാണ്ട് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ആ വ്യക്തി നിങ്ങളുടെ ഫയൽ ഡീൽ ചെയ്യുന്ന വ്യക്തി നല്ല ശ്രദ്ധയോടെയാണ് എല്ലാം ചെയ്യണതെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പുവരുത്തുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് ഞാൻ കരുതപ്പെടുന്ന സ്റ്റേജാണ്. അതായത് കോഴ്സ് സെലക്ട് ചെയ്യാന്നാണ്. കോഴ്സും യൂണിവേഴ്സിറ്റിയും സെലക്ട് ചെയ്യുന്നത്. ഈ കോഴ്സ് സെലക്ട് ചെയ്യാൻ നേരത്ത് എല്ലാവരോടും ഞാൻ പിന്നെയും പറയുവാണ്, നിങ്ങൾ സ്കോപ്പുള്ള ഒരു കോഴ്സ് നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞിട്ടൊരു കോഴ്സ് മാറുക അല്ലെങ്കിൽ പിന്നീട് റിഗ്രറ്റ് ചെയ്യുക എന്ന്
ഉള്ളത് ഇച്ചിരി പാടുള്ള സിറ്റുവേഷനാണ്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. കാര്യം ഞാൻ വന്ന സമയത്ത് എനിക്കാരും ഇതുപോലെ പറഞ്ഞു തരണ്ടായിരുന്നില്ല. എനിക്കതുപോലെ ഒരാൾ പറഞ്ഞു തന്നത് ഞാൻ ചിലപ്പോൾ വേറൊരു കോഴ്സ് എടുത്തിട്ട് വന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു പറഞ്ഞു. അപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. അതായത് ഞാൻ പിന്നെ പറയുന്നത് സ്കിൽഡ് പ്രയോറിറ്റി ലിസ്റ്റ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഏതൊക്കെയാണ് ഡിമാൻഡിലുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ പോയി കാണുക. അതിൻ്റെ ബേസിൽ മാത്രം കോഴ്സ് സെലക്ട് ചെയ്യും. അല്ലാതെ ഇവിടെ എത്തിപ്പെടണം എന്ന് ഓർത്ത് ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്തു വന്നിട്ട് ഇവിടെ വന്നിട്ട് അയ്യോ സ്കോപ്പില്ല എന്ന് ഓർത്തിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും കാണുക. അതിനകത്ത് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അതിനകത്ത് പറഞ്ഞ് ഇതിനകത്ത് സമയം കളയുന്നില്ല. പിന്നെ ഇനി യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ നേരത്ത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ യൂണിവേഴ്സിറ്റി ലെവൽ ആകെ തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കാര്യം ലെവൽ 1 ലെവൽ 2 യൂണിവേഴ്സിറ്റീസിൻ്റെ വരെ റാങ്കിങ് മാറാനായിട്ട് ചാൻസ് ഉള്ള സിറ്റുവേഷനാണ്. കാര്യം റിജക്ഷൻസ് അത്രയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ അതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് റിജക്ഷൻസിനെ പറ്റിയിട്ടും ജൂലൈ ഇൻടേക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ ലാസ്റ്റ് 2 ഇൻഡെക്സിലാണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ റിജക്ഷൻ ഉണ്ടായിരിക്കുന്നത്. അത് കാരണം യൂണിവേഴ്സിറ്റീസ് അത് ലെവൽ 1 യൂണിവേഴ്സിറ്റി ആവട്ടെ ലെവൽ 2 യൂണിവേഴ്സിറ്റി, അപ്പോൾ യൂണിവേഴ്സിറ്റീസിൻ്റെ റാങ്കിങ് കുറേ പേരുടെ റാങ്കിങ് താഴേട്ട് പോകുന്ന സിറ്റുവേഷന് കാര്യം അവരുടെ റിജക്ഷൻസ് കൂടി. അപ്പം ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവൽ 1 ലെവൽ 2 ലെവൽ 3 യൂണിവേഴ്സിറ്റീസാണ്. അത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, സെലക്ട് ചെയ്യാം. പക്ഷെ അത് ലെവൽ 3 യൂണിവേഴ്സിറ്റി ആണെങ്കിൽ റിജക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ റീജിയണൽ ഏരിയയിലുള്ള ലെവൽ 1 യൂണിവേഴ്സിറ്റീസോ ലെവൽ 2 യൂണിവേഴ്സിറ്റീസോ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഭയങ്കര താഴെ ലോവർ ലെവൽ 3 പോയി കഴിഞ്ഞാൽ റിജക്ഷൻ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ റീജിയണൽ ഏരിയയിൽ എടുക്കാൻ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ റീജിയണൽ ഏരിയയിലേക്ക് ആളുകളെ വേണം. അപ്പോൾ ഓസ്ട്രേലിയ ഓൾറെഡി അവരെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ റീജിയണൽ ഏരിയയിൽ കൂടി ആണെങ്കിൽ നമുക്ക് വിസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഓസ്ട്രേലിയ റിജക്ഷൻ കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇതിനകത്ത് വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ റീജിയണൽ ഏരിയ ആണെങ്കിൽ പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് 1 വർഷം സ്റ്റേ ബാക്ക് കിട്ടും, അല്ലെങ്കിൽ 2 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. പിന്നെ PR അപ്ലൈ ചെയ്യുന്നിടത്ത് ഒരു 5 പോയിന്റ്സും കിട്ടും. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കാറ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി കോളേജ് ചീപ്പറാണല്ലോ, അപ്പോൾ കോളേജ് എടുത്ത് വന്നാൽ എന്നാ കുഴപ്പമെന്ന്. കോളേജ് എടുക്കണേന് കുഴപ്പമില്ല കാര്യം, പക്ഷേ ഞാൻ ഒരിക്കലും അത് സജസ്റ്റ് ചെയ്യത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജ് എടുക്കാൻ നേരത്ത് പറ്റുന്ന റിജക്ഷൻ പിന്നെയും കൂടെയാണ്. കാര്യം യൂണിവേഴ്സിറ്റിയുടെ തന്നെ ലോവർ ലെവൽ യൂണിവേഴ്സിറ്റീസിൽ റിജക്ഷൻ വരുമ്പോൾ കോളേജിൻ്റെ കാര്യം പറയാനില്ലല്ലോ. കോളേജിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് ചീപ്പാണ്, അത് ശരിയാണ്. പക്ഷേ റിജക്ഷൻസ് വളരെ കൂടുതലാണ്. അതാണ് ഞാൻ കോളേജിനെ പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നിടത്ത് ഓസ്ട്രേലിയ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് ഒന്നും നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കാൻ നേരത്ത് ഒരു പൈസയും ചാർജ് ചെയ്യുന്നില്ല. കോളേജസ് ആണെങ്കിൽ ചാർജ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് നിങ്ങൾ കോളേജിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ. പക്ഷെ ഞാൻ പിന്നെ പറയാണ്, കോളേജിൽ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് കോളേജ് തന്നെ വേണമെന്നാണെങ്കിൽ നല്ല ഒരു റാങ്കിങ് ഒക്കെ ലെവലൊക്കെ ഉള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുന്നിടത്ത് അവർക്ക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒന്നാമത്തെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് സ്റ്റഡി നിങ്ങളൊരു ഓത്തറൈസ്ഡ് ബോർഡ് അല്ലെങ്കിൽ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിരിക്കണം. അല്ലാണ്ട് ഏതെങ്കിലും ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ തരത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ +2 ആണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് സിലബസോ അങ്ങനെ പറയത്തില്ല, സ്റ്റേറ്റ് ബോർഡ് സെൻട്രൽ ബോർഡ്. അപ്പോൾ അതുപോലെ അതാണെന്ന് നോക്കുക. ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ അതൊരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മാത്രമാണ് അവർ ആപ്ലിക്കേഷൻ എടുക്കത്തുള്ളൂ. രണ്ടാമത്തെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഡിഗ്രി ആയിരിക്കണം. +2 കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഡിപ്ലോമ ചെയ്തിട്ട് വരിക. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡിപ്ലോമ എന്നുള്ളൊരു സംഭവത്തിന് ഇവർ ലെസ് പ്രെഫറൻസാണ് കൊടുക്കുന്നുള്ളൂ, അധികം പ്രെഫറൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പ്രോപ്പർ ഡിഗ്രി ആവാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത എനിക്ക് പറയാനുള്ളത് മാർക്കിൻ്റെ കാര്യം. യൂഷ്വലി ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 55%, 59% ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിറയെ സ്റ്റുഡൻസ് ഉണ്ട്, നിറയെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അവർ മിനിമം 60% ചോദിക്കുന്നുണ്ട്. അങ്ങനെ വരാനത്തൊരു 60 to 70% ആണ് കൂടുതലും യൂണിവേഴ്സിറ്റീസ് ചോദിക്കുന്നത്. അതിലും താഴെ എടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസും എടുക്കുന്ന ഒരു 60 to 70% മിനിമം ഉള്ളവരെ മാത്രമാണ്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ സ്റ്റഡി, പ്രീവിയസ് സ്റ്റഡിനെ ബേസ് ചെയ്തിട്ടുള്ള സെയിം ഫീൽഡാണോ നമ്മൾ എടുത്തേക്കണേന്ന് നോക്കും. അതായത് ചില സിറ്റുവേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വേറെ ഫീൽഡിൽ വന്നിട്ട് നമുക്ക് നഴ്സിംഗ് എടുക്കണം, സയൻസ് ഫീൽഡ് അല്ലെങ്കിൽ നഴ്സിംഗ് എടുക്കണം. പണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി കുറേ ആപ്ലിക്കേഷൻസും ഉണ്ട്, റിജക്ഷൻസൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് വേറൊരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നിന്ന് വന്നിട്ട് അത് ചുമ്മാ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുത്തിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിജക്ഷൻ തീർച്ചയായിട്ടും വരും. ഇൻ കേസ് നിങ്ങൾക്ക് വേറൊരു ഫീൽഡ് എടുക്കണമെങ്കിൽ അതിനൊരു പ്രോപ്പറായിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ മാത്രം വേറൊരു ഫീൽഡ് ഓഫ് സ്റ്റഡി എടുക്കുക. അല്ലെങ്കിൽ ചുമ്മാ റാൻഡംലി ഒരു കോഴ്സ് സെലക്ട് ചെയ്യരുത്. പിന്നെ മെയിനായിട്ടും യൂണിവേഴ്സിറ്റി നോക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫണ്ട് ഇല്ലെങ്കിൽ ഇവിടെ കാര്യമില്ല, അതെവിടെയാണെങ്കിലും കാര്യമില്ല. അപ്പോൾ ഫണ്ട് അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ നന്നായിട്ട് റിജക്ഷൻ കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫണ്ട് മാക്സിമം കാണിക്കാൻ പറ്റുമോ അത്രയും ഫണ്ട് കാണിക്കാനായിട്ട് ഞാൻ പറയും. പണ്ടെന്നൊക്കെ പറഞ്ഞൊരു സിംഗിൾ സ്റ്റുഡൻറ്റിന് ഒരു 20 ലക്ഷം to 30 ലക്ഷമൊക്കെ കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ നിയമം അനുസരിച്ച് അറിയുമെന്നറിയില്ല, 17% എന്താണ് ഫണ്ട് ഷോ കാണിക്കുന്നതിന് കൂടുതൽ വർധനവ് വന്നേക്കാണ്. അങ്ങനെ വരാൻ നേരത്തെ ഒരു സിംഗിൾ സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾക്ക് മിനിമം ഒരു 25 ലക്ഷം തൊട്ട് 35 ലക്ഷം വരെ കാണിക്കേണ്ടി വരും ഒരു സേഫ് സൈഡിന് വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ സ്പൗസിൻ്റെ കൂടെ വന്നെങ്കിൽ അതൊരു 45 ലക്ഷം ആവും. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ സ്പോൺസേഴ്സിൻ്റെ ഇൻകം ഇതെല്ലാം നിങ്ങൾക്കിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ആണെങ്കിൽ പാരൻസ് യൂഷ്വലി 70% കാണിക്കണം. ബാക്കി ഇപ്പോൾ നിങ്ങൾക്ക് സിബ്ലിങ്സോ പാരൻസിൻ്റെ സിബ്ലിങ്സോ അതൊക്കെ കാണിക്കാം. അതെങ്ങനെയാണെന്നും ITRൻ്റെ ഡീറ്റെയിൽസിനൊക്കെ മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെന്തായാലും പോയി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ജെന്യുവൻ ഫണ്ടായിരിക്കണം നിങ്ങൾ, അല്ലാണ്ട് തട്ടിയും കുട്ടിയൊക്കെ ഇവിടെ നിന്ന് കിട്ടി അവിടെ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. അവർ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെയാണ് അല്ലെങ്കിൽ ആ സോഴ്സ് ഓഫ് ഫണ്ട് അവരെന്തായാലും ചോദിക്കും. അതെന്തായാലും ഒരു ജെന്യുവൻ ഫണ്ടാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ അതുകൂടാണ്ട് ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സാലറി സ്ലിപ്പും ഒക്കെ ചോദിക്കും. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ലിസ്റ്റ് വൈസ് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വേറൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയും പോയി കാണാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സിറ്റിയുടെ വേറൊരു റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ +2 പഠിച്ചു കഴിഞ്ഞാൽ 2 വർഷം 3 വർഷം ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നല്ല, ഗ്യാപ്പ് ഉള്ള സമയത്ത് അപ്ലൈ ചെയ്യണമെന്നും കുഴപ്പമില്ല. പക്ഷേ ഗ്യാപ്പ് എന്തുകൊണ്ടാണെന്നുള്ളൊരു പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് വേണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും മെഡിക്കൽ റീസൺ കൊണ്ടാണെങ്കിൽ അതിനുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് വേണം. അങ്ങനെ അല്ലാണ്ട് ചുമ്മാ ഞാൻ വീട്ടിലിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അപ്ലൈ ചെയ്തത് അങ്ങനെ ഇടന്നത് റിജക്ഷൻ വരും. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അപ്ലൈ ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് വേണം, എന്തുകൊണ്ടാണ് ആ ഗ്യാപ്പ് എടുത്തത് എന്നുള്ള രീതിയിൽ. ആപ്ലിക്കേഷൻ വയ്ക്കാൻ നേരത്തെ എന്തൊക്കെ ഡോക്യുമെൻറ്റ് നിങ്ങളുടെ വേണം? അതിനകത്ത് ഒന്നാമത്തെ മെയിൻ സംഭവം നിങ്ങൾക്കറിയാം, പാസ്പോർട്ട്. രണ്ടാമത്തെ നിങ്ങളുടെ ഏതൊക്കെയാണോ അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് അതെല്ലാം വേണം. അപ്പോൾ നിങ്ങൾ +2 പഠിച്ചെങ്കിൽ +2, ഡിഗ്രി പഠിച്ചെങ്കിൽ ഡിഗ്രി. നിങ്ങളിപ്പോൾ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ +2ലെയും വേണം, ഡിഗ്രിയിലെയും വേണം. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും സപ്ലൈ ഉണ്ടെങ്കിൽ ആ സപ്ലൈ ഉണ്ടായിരുന്നത് ക്ലിയർ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും ചില യൂണിവേഴ്സിറ്റീസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതെല്ലാം വേണം. പിന്നെ വരുന്നത് ITR സ്പോൺസേഴ്സ്, നിങ്ങളുടെ സ്പോൺസേഴ്സിൻ്റെ ITR ചോദിക്കുന്നുണ്ട്. ITRന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതെന്തായാലും പോയി കാണുക. അതുകൂടാണ്ട് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നിങ്ങളുടെ സ്പോൺസേഴ്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. പിന്നെ ചില സിറ്റുവേഷൻ നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ സാലറി സ്ലിപ്സോ അങ്ങനെ വല്ലതും. പിന്നെ നിങ്ങൾ കാണിച്ച ഫണ്ടിൻ്റെ എവിഡൻസ് എങ്ങനെയാണ്, എവിടെ നിന്നാണ്, അതിൻ്റെ ഒരു പ്രൂഫ് അവർ ചോദിക്കുന്നു. പിന്നെ CA ചില സിറ്റുവേഷനിൽ ചില യൂണിവേഴ്സിറ്റീസ് CA റിപ്പോർട്ട്സും ചോദിക്കാറുണ്ട്. പിന്നെ ഇൻ കേസ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ കല്യാണം കഴിഞ്ഞ മാരേജ് സർട്ടിഫിക്കറ്റ് അത് 1 ഇയർ എങ്കിലും കഴിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളുടെ ഗ്യാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എന്ത് സർട്ടിഫിക്കറ്റ്സ് ആണോ എന്ത് ഡോക്യുമെൻറ്റ്സ് ആണോ അത് സപ്പോർട്ട് ചെയ്യാനുള്ളത് അതും അവർ ചോദിക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തു, യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അവർക്ക് ഓക്കെ ആണെന്ന് തോന്നി. അങ്ങനെ വരാൻ നേരത്ത് അവർ നമുക്കൊരു ഓഫർ ലെറ്റർ സെൻഡ് ചെയ്യും. ഇതിനകത്ത് എനിക്ക് എല്ലാവരും പറയാനുള്ളത് മര്യാദയ്ക്ക് ആ ഓഫർ ലെറ്റർ വായിച്ചു നോക്കാൻ തന്നെ എൻ്റെ സജഷൻ മാത്രമേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വായിച്ചു നോക്കാറില്ല, ചിലർ ഡെഡ് ലൈൻ മിസ്സാക്കിയവരെ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളുടെ ഓഫർ ലെറ്റർ വായിച്ചു നോക്കുക. അതിനകത്ത് എന്തൊക്കെയാണ് എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ മെയിനായിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഫീസ് ആദ്യം തന്നെ അടയ്ക്കേണ്ടത്. അതായത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കണം ആ ഒരു കണ്ടീഷൻ ഓഫർ ലെറ്റർ കിട്ടാൻ നേരത്ത്. ആ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസ് എത്രയാണ്, അത് എത്ര ദിവസത്തിനുള്ളിൽ അടയ്ക്കണം, അതായത് ആ ഡെഡ് ലൈൻ എന്നാണ്, അതുകൂടാണ് നിങ്ങൾക്ക് എത്ര ശതമാനം സ്കോളർഷിപ്പ് കിട്ടി, പിന്നെ എന്താ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞേക്കുന്നതാണ് ആ കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആദ്യം കിട്ടാൻ നിർത്തുക. അപ്പോൾ അത് മര്യാദയ്ക്ക് വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കവറിനെ പറ്റിയിട്ടായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഹെൽത്ത് കവർ എടുക്കേണ്ട ഒരു സ്റ്റേജാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പല സിറ്റുവേഷനിലും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏജൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ഹെൽത്ത് കവർ ഒരു റിക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കവർ ആണെന്ന് ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് ഓസ്ട്രേലിയയിലാവാനും ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എടുത്താലും കുഴപ്പമില്ല, തന്നത് എടുത്താലും കുഴപ്പമില്ല, ഏജൻസ് തന്നെടുത്താലും കുഴപ്പമില്ല, അല്ലാണ്ട് തേർഡ് പാർട്ടി വരെ നോക്കാം. എൻ്റെ യൂണിവേഴ്സിറ്റി വഴിയായിരുന്നു, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വഴി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഫീസ് അടയ്ക്കാൻ നേരത്ത് യൂണിവേഴ്സിറ്റിക്ക് ഈ ഹെൽത്ത് കവറിൻ്റെയും കൂടി പൈസ അടയ്ക്കേണ്ടി വരും. ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസും ഇതെല്ലാം അടച്ച് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൻ്റെ കേസ് പറയാൻ നേരത്ത് യൂഷ്വലി ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ GTE ആയിരുന്നു.
ഇപ്പോൾ അവർ GS ഇൻട്രൊഡ്യൂസ് ചെയ്തു, ജെന്യുവൻ സ്റ്റുഡൻറ്റ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ. ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അത് GT ഇൻ്റർവ്യൂ എങ്ങനെയാണെന്നോ അതേപോലെ തന്നെ ആയിരിക്കും. അതിനകത്ത് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തത്, എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തത്, ഇന്ത്യക്ക് പകരം എന്തുകൊണ്ട് ഓസ്ട്രേലിയ ചൂസ് ചെയ്തു, നിങ്ങളുടെ സാലറി പാക്കേജ് നിങ്ങൾ എത്രയാണ് പിന്നീട് ജോലി കിട്ടിക്കഴിയുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഫീൽഡാണ് ചൂസ് ചെയ്തത്, അത് എന്തുകൊണ്ടാണ് ആ ഫീൽഡ് ചൂസ് ചെയ്തത്, മാറിയത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ ഫണ്ട് എവിടെ നിന്നാണ്, എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. പിന്നെ ഇൻ കേസ് നിങ്ങൾ വർക്ക് ചെയ്യണമെന്നൊരു സിറ്റുവേഷനാണ് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ വീഡിയോ കോളാണ് യൂഷ്വലി ഇൻ്റർവ്യൂ വരാൻ നിർത്തുക. അപ്പോൾ അവർ ചിലപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറയും വർക്ക് പ്ലേസ് എങ്ങനെയാണ്, ആ ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇൻ്റർവ്യൂ ബേസിക്കായിട്ട് പറയുന്നത്. പക്ഷേ GT മാറി GS വന്നാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനെപ്പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, പോയി കാണാം. നമ്മൾ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു COE, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്കൊരു COE അയക്കും, അതായത് കൺഫർമേഷൻ ഓഫ് എൻറോൾമെൻറ്റ്, നിങ്ങൾ എൻറോൾഡ് ആയി എന്നുള്ള രീതിയിൽ. അങ്ങനെ വരാൻ നേരത്ത് നമ്മുടെ ഏജൻറ്റ് നമുക്കൊരു HAP ID ജനറേറ്റ് ചെയ്ത് തരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ നടത്താനായിട്ട്. മെഡിക്കൽ ചെയ്യാൻ നേരത്തെ എല്ലാ ഹോസ്പിറ്റലും ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് രജിസ്ട്രേഡ് ആയിട്ട് നമ്മുടെ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങളുടെ ഏജൻറ്റ് തന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏകദേശം അതിനകത്ത് ഒരു 6,000 to 7,000 റുപ്പീസാണ് മെഡിക്കലിന് വരാറ്. അപ്പം നിങ്ങളത് നോക്കുക, രജിസ്റ്റേർഡ് ആയിട്ടുള്ളതിനകത്ത് മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ മെയിൻ സ്റ്റേജ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മെഡിക്കലും ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ വിസയ്ക്ക് ലോഡ്ജ് ചെയ്യും. വിസയ്ക്ക് ലോഡ്ജ് ചെയ്യാൻ നേരത്ത് യൂഷ്വലി ഇതുവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 വേർഡ്സിൻ്റെ SOP സബ്മിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരുന്നു GT ഉണ്ടാകുന്ന സമയത്ത്. പക്ഷേ ആ ഒരു സംഭവം മൊത്തത്തിൽ എടുത്തു കളഞ്ഞിട്ട് അവരൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണാൻ, ഏതൊക്കെ ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് അത് പോയി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായി. ഏകദേശം എല്ലാം കൂടി കൂട്ടി എത്രയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏജൻസിക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇപ്പോൾ 2,000 റുപ്പീസോ 5,000 റുപ്പീസോ അത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ 0 കോസ്റ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ രണ്ടാമത്തെ IELTS എഴുതാൻ നേരത്ത് IELTSന് ഏകദേശം നമ്മുടെ IELTSൻ്റെ റുപ്പീസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 18,000 ആണ് IELTS എഴുതുന്നതിന്, ഏകദേശം എക്സാം എഴുതുന്നതിന്. പിന്നെ ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോച്ചിങ്ങിനും പോകുന്നുണ്ട്, അതും ഒരു 10,000 to 20,000 റുപ്പീസ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കുമ്പോൾ അതിനുള്ള പൈസ ഏകദേശം ഒരു 8 to 10 lakhs വരെ വരുന്നുണ്ട്. പിന്നെ ഹെൽത്ത് കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 70,000 to 1 lakh വരെ വരാം നമ്മുടെ ഹെൽത്ത് കവർ വരാൻ നേരത്ത്. പിന്നെ ബാക്കി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ നമുക്ക് 6,000 to 7,000 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കേസ് പറയാൻ നേരത്ത് ഇപ്പോൾ അതൊരു 55,000 to 1,00,000 രൂപ വരെ വരാം. പിന്നെ എന്തെങ്കിലും ഷോപ്പിങ്ങും ഉണ്ടെങ്കിലും ഷോപ്പിങ്ങും ഏകദേശം ആ ഒരു പൈസയൊക്കെ വരും. അപ്പോൾ അത്രയാണ് ഏകദേശം എല്ലാ എക്സ്പെൻസും. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. ഏകദേശം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താ, വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അയയ്ക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനകത്തും ഞാൻ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ചെയ്യാറുണ്ട്, എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഷെയർ ചെയ്യാറുണ്ട്. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ, ന്യൂ ഇൻഫർമേഷനോ മൈഗ്രേഷൻ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഞാൻ അതിനകത്താണ് ആദ്യം പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ അതും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനാണ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറെ എന്നാ, അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ.